ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ആഴിമല ശിവക്ഷേത്രമാണ് കാണാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് കടലിനോട് ചേർന്നാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ അമ്പലത്തിൽ. രാവിലെ 5:30 മുതൽ 10:30 വരെയാണ് ദർശന സമയം. വൈകിട്ടാണെങ്കിൽ 5 മണി മുതൽ 8 മണി വരെ. ഞായർ ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 തുറക്കും. കുറേ വർഷം പഴക്കമുള്ളതും കുറേ ഐതിഹ്യങ്ങളുമുള്ള അമ്പലമാണിത്. വലിയ ശിവൻ്റെ സ്റ്റാച്യുവും അതുപോലെ കടലും കടലിലെ തിരയുടെ ശബ്ദവും എല്ലാം ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് നമുക്ക് തരുന്നത്. അതുപോലെ ഈ അമ്പലത്തിനൊരു പ്രത്യേക ഭംഗി എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ സെക്രട്ടറി അല്ലേ, സ്റ്റാഫായ നമ്മുടെ രാഹുലിനോട് ചോദിച്ചറിയാം. രാഹുൽ, ഈ അമ്പലത്തിൻ്റെ പഴക്കവും വിശേഷങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് മെയിൻ പ്രതിഷ്ഠ മഹാദേവൻ്റെതാണ്. ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇതിനെ കാണുന്ന ശിവലിംഗ പ്രതിഷ്ഠ. ഇത് വന്നിട്ട് ഗണപതി, പിന്നെ ദേവിയുണ്ട്, പാർവതി ദേവിയുണ്ട്, പിന്നെ ഒരു യോഗീശ്വരൻ്റെ അമ്പലമുണ്ട്. താഴെ വന്നിട്ട് നാഗരുടെ എന്തോ തമ്പുരാൻ്റെ ഉണ്ട്. അങ്ങനെ 5 നമ്മുടെ ശിവലിംഗം നമ്മുടെ ഇവിടെ അല്ല. ഇവിടെ തൊട്ടടുത്ത് വേറെ ക്ഷേത്രമുണ്ട്. അത് തന്നെ ചെങ്കൽ എന്നാണ്. ചെങ്കൽ മഹേശ്വരം. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ. ഇത് നമ്മുടെ ക്ഷേത്രത്തിന് 100 വർഷത്തോളം പഴക്കമാണ്. നമ്മുടെ ഇതിലൊരു ഐതിഹ്യം പറയുന്ന പഞ്ചപാണ്ഡവർ പണ്ടിവിടെ വന്നിരുന്നു എന്ന് തപസ് ചെയ്ത് പോയിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഐതിഹ്യം കഥ കൂടെ നമ്മളിവിടെ ഉണ്ട്. പിന്നെ അതിന് പിൽക്കാലത്ത് അതിനുശേഷം ശ്രീനാരായണഗുരു ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് ഇവിടെ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടെന്ന് പറയുകയും അന്നത്തെ നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ മുൻ തലമുറയുള്ള ആൾക്കാർക്ക് പറയുകയും ഇവിടെ ഒരു അമ്പലം പണിയണമെന്ന് അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ കീർത്തി ഉയരുമെന്ന് ശ്രീനാരായണഗുരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ തലമുറ ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. ജീവൽ സമാധിക്ക് മേലുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2014 ഏപ്രിൽ 2 നമ്മുടെ ഇവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്യു പണിയണമെന്ന് നമ്മുടെ മേൽശാന്തി ജ്യോതിഷൻ അദ്ദേഹം ഇവിടെ പറയുകയും അദ്ദേഹം ഇവിടെ മേൽശാന്തിയായിട്ട് വന്നിട്ട് ഏകദേശം 33 വർഷത്തോളം ആകും. 34 വർഷത്തോളം ആകും. അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് നമുക്ക് അമ്പലത്തിൻ്റെ നാടിൻ്റെ ഉയർച്ച തന്നെയാണ്, മുന്നോട്ട് വഴി തെളിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇവിടെ ഒരു ശില്പത്തിൻ്റെ സാധ്യത കാണുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട്. പക്ഷേ അന്ന് നമ്മുടെ അമ്പലം ഇത്ര ഫേമസ് ഒന്നും ആയിരുന്നു. ഒരു 20ഓളം പേര് രാവിലെ വരിക, അല്ലെങ്കിൽ ഒരു 20-30ഓളം പേര്. അത് നമ്മുടെ പ്രദേശവാസികൾ തന്നെ ആയിരിക്കും. അവർ തന്നെ ആയിരിക്കും വൈകുന്നേരവും വരുന്നത്. അത്ര തന്നെ ആയിരുന്നു അമ്പലത്തിൻ്റെ പ്രശസ്തി. അപ്പോൾ അന്നത്തെ ഒരു വരുമാനം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ പണിയാമെന്നുള്ളൊരു ആലോചന വന്നപ്പം പോറ്റി തന്നെ പറഞ്ഞു അതിനായിട്ടുള്ള വർക്കുകൾ ഷാർപ്പ് ചെയ്യുക, ബാക്കിയെല്ലാം അതിൻ്റെ വഴിയിൽ വന്ന് ചേർന്ന് നടക്കും. അങ്ങനെ 2014 ഏപ്രിൽ 2 അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 6 വർഷം 8 മാസം എടുത്തു അത് പൂർത്തിയാകാനായിട്ട്. 2020 ഡിസംബർ 31 ഈ സ്റ്റാച്യു മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന സ്റ്റാച്യുവിൻ്റെ അടിയിൽ 2 നിലയുണ്ട്. അവിടെയും ഒരു മെഡിറ്റേഷൻ ആണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വരുന്ന ജനുവരിയോടുകൂടി പൂർത്തിയാകാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയില്ല കിട്ടുമോ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത് വിഴിഞ്ഞം ഹാർബറാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് മോദി വരുന്നതായിട്ട് ഇത് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാൽ നമുക്കറിയില്ല കിട്ടുമെന്ന് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. കിട്ടിയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓൺലൈനായിട്ടാണെങ്കിലും ഒരു ഇനാഗുറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ശിവന്റെ പ്രതിഷ്ഠ എങ്ങനെ പറയുന്നത്? നമ്മുടെ ഇവിടെ ഇതിൻ്റെ പേര് ഗംഗാധരേശ്വരമാണ്. നമ്മുടെ നേരെ മുകളിൽ ശിവന്റെ തലയുടെ മുകളിൽ കാണുന്ന ഗംഗാദേവിയാണ്. ഗംഗാധരേശ്വരൻ എന്നാണ് സ്റ്റാച്യുവിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ പേര് പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ്. പുളിങ്കുടി വലിയൊരു ഏരിയയുടെ പേരാണ് പുളിങ്കുടി. ഈ ട്രസ്റ്റിലെ മെമ്പേഴ്സ് എല്ലാം വരുന്നത് ഈ പുളിങ്കുടി എന്ന് പറഞ്ഞ ദേശത്തിലാണ്. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ്.
പിന്നെ നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം കാഴ്ചകളെല്ലാം ഉണ്ട്. ഇവിടുത്തെ പ്രധാനത്തെ പൂജകളെന്ന് പറഞ്ഞാൽ പ്രദോഷ പൂജയാണ്. മാസത്തിൽ 2 തവണ കൂടുന്ന പ്രദോഷ പൂജയാണ്. അതിന് ഒരുപാട് സ്ത്രീജനങ്ങളും അല്ല ഭക്തരായിട്ടുള്ളവരെല്ലാവരും വ്രതം എടുത്തിട്ട് വന്ന് രാവിലെ തൊട്ട് വ്രതം എടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾ ആ സൈഡ് നോക്കുമ്പോൾ അറിയാം ഒരു വെള്ളി നന്ദിയുണ്ട്. ആ നന്ദിയെ 4 പേര് തോളിൽ എടുത്തിട്ട് അതിനകത്തുള്ള ചെറിയ വിഗ്രഹം വെച്ചിട്ട് ഈ 3 അമ്പലവും പ്രദർശനം വെച്ചിട്ടുള്ള വലിയ പൂജകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശിവലിംഗത്തിൽ അഭിഷേകങ്ങളൊക്കെ ഉണ്ടാവും. പാലഭിഷേകം, നെയ്യഭിഷേകം, തേര്, ആദ്യത്തെ പഴവർഗ്ഗം കൊണ്ടുള്ള അഭിഷേകം, ഭസ്മാഭിഷേകം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നേ ദിവസം വൈകുന്നേരം തന്നെ എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഈ പ്രദോഷ പൂജ വ്രതം എടുത്ത് വരുന്നവർക്കും അല്ലാതെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കും മാസത്തിൽ 2 തവണയാണ് പ്രദോഷ പൂജ വരുന്നത്. കറുത്ത പ്രദോഷമാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ടുള്ള തിരക്കാണ്, വളരെ നല്ല തിരക്കാണ്. ഇതൊന്നും അല്ല, ഒരു ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലിയ തിരക്കാണ്. ശബരിമലയിൽ പോകുന്നവരും ഉണ്ടാവും, ശബരിമലയിൽ പോയിട്ട് വരുന്നവരും ഉണ്ടാവും. പോകാനായിട്ട് പോകുന്നവരുടെ കയ്യിലാണ് ഈ മാല ഉള്ളത്. ഇല്ല, ശബരിമലയിൽ പോകാനായിട്ട് പോകുന്നവർ യാത്രക്കിടയിൽ ഇപ്പോൾ ഇവിടെ വന്ന് പോകുന്നവരുണ്ട്. പല പല സംസ്ഥാനങ്ങളും വരുന്നുണ്ട്. ഒരു വർഷത്തിനേക്കാളും അടുത്ത വർഷം വരുമ്പോൾ 3 ഇരട്ടി കൂടുന്നുണ്ട് വരുന്നവരുടെ എണ്ണം. ഇവിടുന്ന് ശിവലിംഗം നമുക്ക് കാണാൻ വേണ്ടി എത്ര കിലോമീറ്റർ? ഇവിടെ 12 കിലോമീറ്റർ ഉണ്ടാവും. ചെങ്കൽ മഹേശ്വരമാണ് ഇവിടെ 12 കിലോമീറ്റർ. ഒത്തിരി സന്തോഷം. നമ്മളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരണം. ഒത്തിരി സന്തോഷം ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ച ഇത്രയും തിരക്കുള്ള സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വരിക. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്ന അമ്പലം ഉണ്ടെന്ന്. അമ്പലത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 തൊട്ട് 10 വരെയാണ്. വൈകുന്നേരം 5 മണി to 8 മണി വരെയാണ്. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വൈകിട്ട് 4:30 തുറക്കും. ബസ് റൂട്ട് മെഡിക്കൽ കോളേജിലും ഈസ്റ്റ് കോട്ടിയിൽ നിന്ന് തമ്മാനൂരിൽ ഇങ്ങോട്ടുണ്ട്. യഥാസമയങ്ങളിൽ 4 ബസ്സുകളും നമുക്കുണ്ട്. ബസ്സിൻ്റെ സമയം ഇപ്പോഴത്തെ മണ്ഡലകാലം വരുമ്പോൾ വേരി ചെയ്യും. അങ്ങോട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അല്ലാതെ തമ്മാനൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പോവാറ് ബസ് പിടിക്കുക. അതിൽ ആഴമല ക്ഷേത്രത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നടന്നു വരാം. ബസ് ഇവിടുന്ന് രാത്രി മേളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണി ആ സമയത്താണ് ലാസ്റ്റ് ബസ് വരുന്നത്. അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് 6 മണിക്ക് ബസ്. 5 മണിക്ക് അമ്പലം തുറക്കും. ദീപാരാധന 6 മണിക്ക്. എൻ്റെ പേര് രാഹുലാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അല്ലേ? രാഹുൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്ന രാഹുലിനാണ്. എനിക്കറിയാവുന്നത് വളരെ കുറവാണ്. എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. സ്റ്റാച്യുവിൻ്റെ പേര് വന്നിട്ട് ഗംഗാധരേശ്വരൻ എന്നാണ്. അതിൻ്റെ നേരെ തലയുടെ മുകളിൽ കാണുന്ന ഗംഗാദേവിയാണ്. അപ്പോൾ ഇതൊരു ഈ കടലിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ പറഞ്ഞ ശില്പിയില്ലേ, ദേവദത്തൻ എന്നാണ് ഈ ശില്പിയുടെ പേര്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇത് ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിലൊരു മെമ്പറും കൂടെയാണ് ദേവദത്തൻ. നമ്മളെല്ലാം ട്രസ്റ്റ് മെമ്പേഴ്സാണ്. അദ്ദേഹം 22ാമത്തെ വയസ്സിലാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 29ാമത്തെ വയസ്സിൽ പണി പൂർത്തിയാവുന്നു. 6 വർഷം 8 മാസം എടുത്തായിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് ട്രിവാൻഡ്രം ഫൈനാൻസ് കോളേജിലെ സ്റ്റുഡൻ്റായിരുന്നു. ഇവിടുത്തെ മേൽശാന്തി തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടെത്തുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കലാകാരനെ അന്ന് ഈ ഒരു അനുമതി കൊടുത്ത അന്നത്തെ ഭരണസമിതിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 22 വയസ്സിനിടയിൽ വേറെ ഒരു ശില്പവും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളിൻ്റെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ്. അത് അന്നത്തെ ഭരണസമിതിക്ക് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് കൊടുത്തേ പറ്റും. അതുപോലെ തന്നെ തുടർന്ന് അതിനുശേഷം വരുന്ന ഭരണസമിതികൾ 2 വർഷം കൂടുമ്പോഴാണ് അവിടെ ഭരണസമിതി വരുന്നത്. അപ്പോൾ 6 വർഷം എടുക്കുമ്പോൾ തന്നെ 3 ഭരണസമിതികൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. മാറി മാറി വന്ന എല്ലാ ഭരണസമിതികളും നിലവിൽ ഇപ്പോൾ ഇരിക്കുന്നവരും അമ്പലത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതും പറഞ്ഞേ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ അടിയിൽ 2 ഫ്ലോർ മെഡിറ്റേഷൻ ഹാളിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് മഹാദേവൻ്റെയും ഗണപതിയുടെയും ഏകദേശം പൂർത്തിയായ ഒരു 80-85% ആയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള AC-യുടെയും കുറച്ച് ലൈറ്റ് വർക്കും കുറച്ച് പെയിൻറ്റിങ്സിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇല്ല, ഇപ്പോൾ അവിടെ അലോഡല്ല ആൾക്കാർ അലോഡല്ല. ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് അതെ ഫൈനൽ ആയതുകൊണ്ട് എല്ലാവരും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കും അലോഡല്ല. അങ്ങനെ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ പറഞ്ഞു ലൈറ്റിൻ്റെ വലിയ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു കുടുംബം ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇവരിവിടെ വരുന്നത്. ഇവിടെ എവിടെ വീട്? നിങ്ങൾ സ്ഥിരം പറയാറുണ്ടോ ഇവിടെ? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഇവരാദ്യമായിട്ട് വരുന്നവരാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടോ? ഇഷ്ടപ്പെട്ട നല്ല ഒരു പോസിറ്റീവ് എനർജി എല്ലാം ഫീൽ ചെയ്ത് നല്ല ഇതാണോ കണ്ടിട്ട്? കടലും അല്ലേ? നല്ല ലൊക്കേഷൻ. എൻ്റെ ഒരു അമ്മ ഇവരുടെ കൂടെ വന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു.